നമസ്കാരം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടോ? വാട്ട്സ് ദ മീനിങ് ഓർ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? അതിന് നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടോ? നിങ്ങളെന്നും രാവിലെ എണീക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ടാവും. ആം, തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ടാവും. പക്ഷേ ആഫ്റ്റർ ഓൾ ദാറ്റ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം, ഒരു പർപ്പസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെയും കൂടി അറിയിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നെപ്പോലെയാണ്, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സ്വയം ആലോചിച്ച് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് കുറേ അന്വേഷിച്ചു. ലൈക്ക് എനിക്കൊരു ആൻസർ ക്ലിയർ ആയിട്ടില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. AI GPT-യുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ജനറലി ആൾക്കാർ ഒരു മീനിങ് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പർപ്പസ്. അപ്പോൾ മേ ബി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ മേ ബി ക്ലാരിറ്റി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഇതായിരിക്കാം മേ ബി ഈ ഒരു ഡയറക്ഷനിലായിരിക്കാം ഇതിൻ്റെ പർപ്പസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ മെയിനായിട്ട് 3 കാറ്റഗറീസിൽ വേണമെങ്കിൽ ഇതിലെടുക്കാം. ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാവാം, വാട്ട്സ് ദ മീനിങ് ഓഫ് പർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരു ഫിലോസഫിക്കൽ ഐഡിയോളജിക്കൽ വേ ഓഫ് തിങ്കിങ് ഉണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമതുള്ളത് നമുക്ക് പ്യുവർലി ഫാക്ച്വൽ ഓർ ഫിസിയോളജിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മീനിങ്ങും അത് ഒരു ആൻസറും ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ അത് മൂന്നും ഞാൻ പറഞ്ഞുതരാം. റിലീജിയസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ 3 അല്ലെങ്കിൽ 4 മെയിൻ റിലീജിയൻസ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് നമ്മൾ ഹിന്ദുയിസം അല്ലെങ്കിൽ ബുദ്ധിസം, സിമിലർ കോൺസെപ്റ്റ്സ് ആണ്. അതിൽ നിന്ന് പറഞ്ഞ ഒരു ധർമ്മ, കർമ്മ, റൈറ്റിയസ് ആയിട്ടുള്ള ഒരു വേയിൽ ലൈഫ് ലിവ് ചെയ്യുക. അത് കാരണം നമുക്ക് റീഇൻകാർണേഷൻസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് റൈറ്റിയസ് ആയിട്ട് നമ്മൾ ജീവിക്കുക, നമ്മുടെ ഡ്യൂട്ടീസും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അടുത്ത ലൈഫിലൊരു ബെറ്റർ പൊസിഷനിലായിരിക്കും നമ്മൾ ജീവിക്കുക. ഓർ ദ ഫൈനൽ ഗോൾ ഈസ് അവിടെ മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. ദാറ്റ്സ് എ റിലീസ് ഫ്രം ഈ എർത്ത്ലി കാര്യങ്ങൾക്ക് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് എല്ലാ റിലീജിയൻസിനെ കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായതുപോലെ. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് ഒബ്വിയസ്ലി പറയാം, കറക്റ്റ് ചെയ്യാം എന്നെ. അത് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം ഒരു മോക്ഷം കിട്ടുക എന്നുള്ളതാണ് ഒരു എൻഡ് പോയിൻ്റ്. അത് നമ്മളൊരു ധാർമ്മിക് വേയിൽ ജീവിക്കുകയാണെങ്കിൽ അത് കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായത്. സെക്കൻഡ്, നമ്മൾ ഇസ്ലാം എടുക്കുകയാണെങ്കിൽ അതിലെ ജീവിതം ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഖുറാനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, സോ ദാറ്റ് നമുക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് എന്താണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ലൈഫ് എന്നുള്ള ടെസ്റ്റ്. ആ ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് പരലോകം അല്ലെങ്കിൽ ഹെവൻലി കോൺസെപ്റ്റാണ് എനിക്ക് മനസ്സിലായത്. ഹെവൻ നമുക്ക് കിട്ടും. അതാണ് ഇസ്ലാമിലുള്ളത്. അതേപോലെ ക്രിസ്ത്യാനിറ്റി എടുക്കുകയാണെങ്കിൽ അതിൽ ലവ് ആൻഡ് സാക്രിഫൈസ് ആ ഒരു തീമിലാണ്. നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, നമ്മൾ ബാക്കിയുള്ളവർക്ക് സേവനം ചെയ്യുക, അതിലൂടെയൊക്കെയാണ് നന്മ ചെയ്യുക, സേവനം ചെയ്യുക, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഹെവനിലേക്ക് എത്തുക. അപ്പോൾ കോമൺ ആയിട്ട് നോക്കിയാൽ ജീവിതം നല്ല രീതിയിൽ നമുക്കും ബാക്കിയുള്ളവർക്കും സമൂഹത്തിനൊക്കെ ഉപയോഗപ്രദമായി ജീവിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് എല്ലാ റിലീജിയനിലും പറയണത്. ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസത്തിൽ ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ലെവൽ ഓഫ് ബീയിങ്ങിലേക്ക് എത്തുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഹെവൻ എന്നുള്ള കോൺസെപ്റ്റാണ്. അതും സിമിലർ ക്ലോസർ ടു ഗോഡ് ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതും മെയിൻലി 3 രീതിയിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ദർ ഈസ് എ പർപ്പസ്, ഒരു അർത്ഥമുണ്ട് ജീവിതത്തിന്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ് ഒരു ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്. ഈ യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വെച്ചിട്ടുണ്ട്, ഒരു പേർപ്പസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക, അതിലൂടെ ജീവിക്കുക,
അതാണ് നമ്മുടെ ഈ ലൈഫിൻ്റെ മീനിങ് ഓർ പർപ്പസ്. രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് അർത്ഥം ഇല്ല ജീവിതത്തിന്, പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാം. ജനറലി ആൾക്കാർ അതിന് ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കണ്ടെത്തുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി ഒരിതാണ്. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക, ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുക, കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഓർ ക്രാഫ്റ്റ് ആണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ഒരു വാല്യൂ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് നമ്മുടെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാക്സിമം നന്നായിട്ട് നോക്കുക എന്നുള്ളത് ഒരു പർപ്പസായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഫ്രീഡം, ഒരു ഫ്രീ ആയിട്ട് ജീവിക്കുക, നമുക്ക് ഏറ്റവും നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അത്രയും ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളതൊരു വാല്യൂ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് ജീവിക്കുക. അങ്ങനെ പല വാല്യൂസ് എടുത്ത് ആ വാല്യൂസിൽ നിന്ന് ചേർന്ന ഒരു ജീവിത രീതി നമ്മൾ എടുക്കുന്നത് ഒരു പർപ്പസായിട്ട് എടുക്കാം. അതാണ് ഒരു സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ട്. ആൻഡ് തേർഡ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ദർ ഈസ് നോ പർപ്പസ് ടു ലൈഫ്. നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ബട്ട് എന്ന് വെച്ച് നമ്മൾ നിരാശരായി അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല. നമ്മൾ ഒരു നമ്മുടേതായ രീതിയിൽ ജീവിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളും സമൂഹത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് തേർഡ് സ്കൂൾ ഓഫ് തോട്ട്. എനിക്ക് മനസ്സിലായത് തേർഡും സെക്കൻഡും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സെക്കൻഡിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു വാല്യൂ ചൂസ് ചെയ്തിട്ട് അത് വെച്ച് ജീവിക്കുക. ഇതിലങ്ങനെ പ്രത്യേകിച്ച് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് തേർഡ് സ്കൂൾ ഓഫ് തോട്ട്. ഇതാണ് ഫിലോസഫിക്കൽ ആൻഡ് റിലീജിയസ് മീനിങ്സ് നമുക്ക് എടുക്കാൻ പറ്റുക ലൈഫിന്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി ഫാക്ച്വൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ മീനിങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹ്യൂമൻസ് ഒരു പാറ്റേൺ സീക്കിംഗ് ഒരു മെൻറ്റാലിറ്റി, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാറ്റേൺസ് അന്വേഷിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു സാധനമാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് എവല്യൂഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആസ് നമ്മളൊരു 10,000 വർഷം മുന്നേ കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർവൈവലിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആസ് ഇപ്പോൾ നമ്മളൊരു കാട്ടിൽ ജീവിക്കുകയാണ്, നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു, പാമ്പ് വിഷമുള്ളതാണ്, പാമ്പ് നമ്മളെ കൊത്താൻ വരുന്നുള്ള ഒരു പാറ്റേൺ. അപ്പോൾ നമ്മൾ പാമ്പിനെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ചെടി കണ്ടു, ആ ചെടി നമുക്ക് ബെനിഫിഷ്യലാണോ വിഷമാണോ എന്നുള്ളത് ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ റെക്കഗ്നിഷൻ നമ്മുടെ ബ്രെയിനിൽ എൻകോഡഡ് ആണ് ഓവർ ഈ എവല്യൂഷൻ്റെ പീരിയഡിൽ എന്നാണ് സയൻറ്റിഫിക്കായിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനുണ്ട്, സിമിലറാണ്. നമ്മൾ കാര്യങ്ങൾക്കൊരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു ടെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആസ് നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് പുറത്തേക്ക് വന്നു, അപ്പോൾ നമ്മൾ കാല് സ്ലിപ്പായി വീണു. അപ്പോൾ കാല് സ്ലിപ്പായി വീണയിൽ പെട്ടെന്ന് ഒരു മീനിങ് നമുക്ക് വേണം, എന്നാലേ നമുക്ക് ആ മനസ്സിലുള്ള ഒരു ടെൻഷനുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം അവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, കാല് സ്ലിപ്പായി വീണു. വേറൊരാൾ വേണമെങ്കിൽ പറയാം, ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ചേനെ കണ്ടു, അപ്പോൾ അത് നല്ല ലക്ഷണമല്ല. അങ്ങനെ മലയാളികൾ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു മീനിങ് കണ്ടെത്താം. ബട്ട് ഒരു മീനിങ് സീക്കിംഗ് ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് സൈക്കോളജിയും ഫിസിയോളജിയും ഒക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഫിസിയോളജിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രെയിനിൽ കുറച്ച് കെമിക്കൽസ് ഉണ്ട്, ഡോപ്പമീൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, അങ്ങനെ എന്താണ്ട് ഓർമ്മ, അങ്ങനെ കുറച്ച് കെമിക്കൽസ് ഉണ്ട് ദാറ്റ് മേക്സ് us ഫീൽ ഗുഡ്. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ ചിലപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫാമിലിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഫീൽ ഗുഡ് കെമിക്കൽസ് റിലീസാവും. ഇല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ആർട്ട് ചെയ്യുമ്പോൾ, ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ ആവും ഈ ഫീൽ ഗുഡ് കെമിക്കൽസ് റിലീസാവുക.
അപ്പോൾ അങ്ങനെയും ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് ചോദിച്ചാൽ റിലീജിയസ് ആയിട്ടുള്ളതാണോ, ഫിലോസഫിക്കൽ ആയിട്ടുള്ളതാണോ, ഇത് സൈക്കോളജിക്കൽ ഓർ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതാണോ ആൻസർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഇപ്പം ഞാൻ പറയാണ് എനിക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇത് മാത്രമേ ബിലീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. വേറൊരാൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർ പറയും എനിക്ക് ഫിലോസഫിക്കൽ ആയിട്ടുള്ളതാണ് കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് എനിക്കുള്ളതാണ്, അതാണ് ശരിയെന്ന് പറയുകയാണെങ്കിൽ അതും ശരിയാണ്, ഇതും ശരിയാണ്. അങ്ങനെ പല ശരികളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. ഏത് ശരിയാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ശരി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് എൻ്റെ ആൻസർ, ഞാനിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇതിലെല്ലാം കുറച്ച് ശരികളുണ്ട്. അതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനത്തെ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതാരെങ്കിലും കാണുമെന്ന് തന്നെ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.